സിപിഎമ്മിന്റെ കൊല്ലം സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിക്കേണ്ട രാഷ്ട്രീയ സംഘടനാ റിപ്പോർട്ടിന്റെ കരടിന് ഇന്ന് സംസ്ഥാന സമിതി അംഗീകാരം നൽകും. സംഘടനാ റിപ്പോർട്ടിനൊപ്പം പുതുക്കിയ നവകേരള വികസന രേഖയും സമ്മേളനത്തിൽ വയ്ക്കും. എറണാകുളം സംസ്ഥാന സമ്മേളനത്തിലാണ് നവകേരള വികസന രേഖ സിപിഎം അവതരിപ്പിച്ചത്. അടുത്ത മാസം 5-ന് കൊല്ലം ആശ്രാമം മൈതാനത്ത് സിപിഎം സംസ്ഥാന സമ്മേളനത്തിന് പതാക ഉയരും. ഡാൻ കുര്യൻ വിവരങ്ങളുമായി. ഡാൻ, രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ടേമിലേക്ക് കടക്കുന്ന സമയത്തു കൂടിയാണ് ഈ സംസ്ഥാന സമ്മേളനം വരുന്നത്. സർക്കാരിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെ കൂടി ഒരുപാട് വിമർശനങ്ങളൊക്കെ ഈ ജില്ലാ സമ്മേളനങ്ങളൊക്കെ ഉയർന്നു കേട്ടിരുന്നു. അപ്പോൾ ഈ അവസാന കരട് പ്രമേയത്തിൽ എന്തൊക്കെ ഉണ്ടാകും? പുതിയ കേരളത്തിനായി നവകേരള വികസന പദ്ധതി അതിലെന്തൊക്കെ ഉണ്ടാകും? ഈ രീതിയിലുള്ള ചർച്ചകളൊക്കെ സജീവമാണോ? വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ടോ? ശ്രീജ, അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളൊന്നും നമുക്ക് ഔദ്യോഗികമായി ഇതുവരെ ലഭിച്ചിട്ടില്ല. വരുന്ന 5-ാം തീയതിയാണ് സംസ്ഥാന സമ്മേളനം ആരംഭിക്കാനിരിക്കുന്നത് കൊല്ലത്ത്. അതുകൊണ്ട് തന്നെ അതിന് മുന്നോടിയായുള്ള മുന്നൊരുക്കങ്ങൾ ജില്ലാ സമ്മേളനങ്ങളൊക്കെ ഏതാണ്ട് പൂർത്തിയായിരിക്കുന്നു. അതിന്റെ ഭാഗമായി തന്നെയാണ് ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട രേഖ സമ്മേളനത്തിൽ വെക്കാനൊരുങ്ങുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് സിപിഎം സംസ്ഥാന കമ്മിറ്റിയിൽ ഇത് ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകാൻ പോകുന്നത്. സംഘടനാ റിപ്പോർട്ടിന്റെ കരടും ഇന്നത്തെ യോഗത്തിൽ അവതരിപ്പിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തൊക്കെയാകും വിശദാംശങ്ങൾ എന്നതിനെക്കുറിച്ച് അല്പം കൂടി കഴിയുമ്പോൾ നമുക്കൊരു വ്യക്തത ഒരുപക്ഷെ കൈവന്നേക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. എന്തായാലും വലിയ തരത്തിലുള്ള ഒരുക്കങ്ങൾ, പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തു വരികയാണ്. അതിന് തൊട്ടു പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. രാജ്യത്ത് സിപിഎം ഭരിക്കുന്ന ഒരേ ഒരു സംസ്ഥാനമാണ് കേരളം. അതുകൊണ്ട് ഭരണം നിലനിർത്തേണ്ടത് സിപിഎമ്മിനെ സംബന്ധിച്ച് അനിവാര്യമായ ഒരു കാര്യമാണ്. പക്ഷേ ഏത് വിധേനയും ഇടതുപക്ഷത്തെ താഴെയിറക്കുന്നതിന് വേണ്ടിയായിട്ടുള്ള നീക്കങ്ങളുമായി പ്രതിപക്ഷവും സജീവമായി രംഗത്തുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് ഈ സംസ്ഥാന സമ്മേളനം നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവിടെ അവതരിപ്പിക്കപ്പെടുന്ന വിഷയങ്ങളും അത്രത്തോളം ഗൌരവമുള്ളതായി മാറുന്നത്. സ്വാഭാവികമായി മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ഒക്കെ പ്രവർത്തനങ്ങൾ വിലയിരുത്തപ്പെടുന്നതിനൊപ്പം ഇനി വരുത്തേണ്ട മാറ്റങ്ങൾ കൂടി സമഗ്രമായി തന്നെ ചർച്ച ചെയ്യപ്പെടും. അവിടെ ഈ ആത്മപരിശോധനയ്ക്ക് സിപിഎം തയ്യാറാകുമോ? വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്ന കാര്യങ്ങളിൽ ഒരു അടിയന്തരമായ തിരുത്തലിന് തയ്യാറാകുമോ എന്നതാണ് ഏവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്. എന്തായാലും അതിലേക്കൊക്കെ വഴി നയിക്കുന്ന ഒരു കരട് രേഖയ്ക്കായിരിക്കും ഇന്ന് അംഗീകാരം നൽകുക. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത് നിന്ന് ഇന്ന് സംസ്ഥാന സമിതി ചേരുന്നുണ്ട്. സംസ്ഥാന സമിതിയായിരിക്കും ഈ വിഷയത്തിൽ കരട് റിപ്പോർട്ടിന് അംഗീകാരം നൽകുക.